സത്യത്തിൽ പിണറായി വിജയന്റെ കീഴിൽ ഈ പോലീസിന് സംഭവിക്കുന്നത് എന്താണ്? എന്റെ അമ്മോ തൊലയ്ക്കും, അയാൾ എല്ലാം തൊലയ്ക്കും. അല്ല, സത്യം പറഞ്ഞാൽ ഈ പിണറായി വിജയനോട് പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടില്ല. എന്നാൽ എന്തോ ഒരു വന്തികേടുണ്ട്. ഞാൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായ ഒരു സംഭവം പറയാം. എടപ്പള്ളിയിൽ ഉള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ ജോലി ചെയ്ത ഒരു സ്ത്രീ, അവരുടെ വീട്ടിൽ ചേർന്നല്ലൂരാണ്. ഈ ഡോക്ടറുടെ വീട്ടിൽ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ സ്വർണ്ണമാല കാണാതാവും. അത് മോഷണമാണ് എന്ന് കരുതി ഡോക്ടർ ചേർന്നാലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയും. ചേർന്നാലൂർ പോലീസ് വളരെ സുത്യർഹമായ രീതിയിൽ അന്വേഷിക്കുന്നു. ഈ വീട്ടുവേലക്കാരി അവരെ കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ണവനെ പിടിക്കുന്ന ഇടപാട്. അവർ കുറ്റം സമ്മതിക്കുന്നില്ല. ഈ പാവപ്പെട്ട വീട്ടു ജോലിക്കാരിയെ ഇവരെ പറ്റി പൊതുവെ വീട്ടുടമസ്ഥർക്കൊക്കെ നല്ല അഭിപ്രായമുണ്ട്. പക്ഷെ പോലീസുകാർ അവരെ ഭീകരമായിട്ട് ദേഹോദ്രവിപ്പിച്ചു. ആ ചേർന്നാലൂർ പോലീസിന്റെ നേരെ എന്തൊക്കെയോ അന്വേഷണങ്ങളൊക്കെ നടന്നു. പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. PR കൃഷ്ണയ്യർ, MK സാനു അടക്കമുള്ള ആളുകൾക്ക് ഇടപെട്ടു. അഡ്വക്കേറ്റ് ജയശങ്കർ ചേർന്നാലൂർ ഗംഭീരമായ പ്രസംഗമൊക്കെ നടത്തി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇത് പിണറായി ഭരിച്ചാലും ഉമ്മൻചാണ്ടി ഭരിച്ചാലും പോലീസുകാരുടെ നടപടിയിൽ വലിയ വ്യത്യാസവും. ഇതാണ് സത്യം. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ എത്ര പ്രസംഗം നടത്തിയാലും പോലീസുകാരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ പോകില്ല. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അത് ഭരിക്കുന്ന കാലത്തും ഓരോ കാലത്തും മേലുദ്യോഗസ്ഥന്മാരാണ് ഇതിന് അധികം വളം വയ്ക്കുന്നത്. ഇപ്പം തന്നെ പറഞ്ഞല്ലോ, സർക്കിൾ ഇൻസ്പെക്ടർ വന്നു, അവിടെ കണ്ടക്കാലിന് അടി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മേലുദ്യോഗസ്ഥന്മാർ. കള്ളസാക്ഷികളും രേഖകളും കെട്ടിച്ചമച്ചൊരു കേസുണ്ടാക്കാൻ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. ബിന്ദു ഒരു വിധത്തിൽ ഭാഗ്യവതിയാണ്. ദേഹത്ത് തല്ലുകൊണ്ടില്ല, അതുകൊണ്ടെങ്കിൽ ഇപ്പൊ കഥ ഇതല്ല. മാത്രവുമല്ല, ഇവരെ ഏറ്റവും നിർധന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഈ പട്ടികജാതിക്കാരെ ഉടനോട് സ്വർഗത്തിൽ കൊണ്ടുവരുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ സർക്കാർ കാലാകാലങ്ങളിൽ ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഭരണഘടനാ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അനുഭവം ഇതാണ്. ഇവിടെ ഈ ദളിത് ബുദ്ധിജീവികളുണ്ട്. അവരൊക്കെ എന്തൊക്കെ പ്രസംഗങ്ങൾ നടത്തുന്നത് ഇല്ല. വേടനാണ് ഇവിടുത്തെ ഒരു വലിയ സ്റ്റാർ. അത് കഴിഞ്ഞാൽ പിന്നെ വിനായകനാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇവരുടെയൊക്കെ സാങ്കല്പികമായ പ്രശ്നങ്ങളിലാണ് നമ്മുടെ മാധ്യമങ്ങൾക്കും ബുദ്ധിജീവികൾക്കും താല്പര്യം. ഈ പാവപ്പെട്ട ബിന്ദുവിനെ പോലുള്ള ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കാനായിട്ട് ഇവിടെ ആരുമില്ല. അത് ഇതിന്റെ വേറൊരു വശമാണ്. എന്റെ കഷ്ടകാലം. മേലുദ്യോഗസ്ഥന്മാരെ എല്ലാ ഘട്ടത്തിലും ഇവരെ പ്രോത്സാഹിപ്പിക്കും. ഉരുട്ടിക്കൊല കേസുണ്ടായിരുന്നു ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ. ഉരുട്ടിക്കൊല കേസിൽ പ്രതികളായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാലാകാലങ്ങളിൽ പ്രൊമോഷൻ കിട്ടിയത് എങ്ങനെയാണ്? അത് ആലോചിച്ച് നോക്കിയിട്ട്. CBI കേസിൽ പ്രതികളായിരുന്നു. വിചാരണ കോടതി ശിക്ഷിക്കുന്ന സമയത്ത് ഒരുത്തൻ IPS-ലേക്ക് പോകാനായിട്ട് കഴുത്ത് നീട്ടി നിൽക്കരുത്. IPS ലിസ്റ്റിൽ വരെ പേര് വന്നു. ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന്റെ ഒരേ കളികളെ. ഇവിടെ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവര് ക്ലിയർ ചെയ്യുന്നവരെ മാത്രമേ പ്രൊമോഷൻ കൊടുക്കാൻ പാടുള്ളൂ. DPC ലിസ്റ്റിൽ പേരെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നേരിടുന്നവർക്കോ ശിക്ഷ കിട്ടിയവർക്കോ ആ റിഗർ ഓഫ് പണിഷ്മെന്റിന്റെ സമയത്ത് ഒരു കാരണവശാലും അവർ പരിഗണിക്കാൻ പാടില്ലെന്നാണ് നിയമം. ഒരു സാധാരണക്കാരനാണെങ്കിൽ അവനെ ഒരു കാരണവശാലും പരിഗണിക്കില്ല. ചിലപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തിയവരായിരിക്കും, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ ഇഷ്ടക്കേട് കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരായിരിക്കും. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇപ്പൊ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കോഫി വെൻഡിങ് മെഷീൻ വെച്ചതിന്റെ പേരിൽ ഒരു പോലീസുകാരന്റെ വീട്ടിൽ നടപടിയെടുത്തു. അയാൾ വരുന്ന പോലീസുകാരും കക്ഷികളൊക്കെ കാപ്പി കുടിച്ചോട്ടെ നേരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചാൽ അയാളെ സർവീസ് ചെയ്ത് പിരിച്ചു. രഘു എന്നാണ് പോലീസുകാരന്റെ പേര്. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല, ഒരു സമാധാനം കിട്ടില്ല. അയാളിപ്പോ PS രഘു, റിമൂവ്ഡ് ഫ്രം പോലീസ് എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അയാൾ സ്വയം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കാലമാണ് ഈ ഇരിക്കുന്നത്. ഇത്രയും ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് അതിനോട് ചെയ്തത്? മേലുദ്യോഗസ്ഥന്മാരുടെ സകല വിധത്തിലുള്ള പിന്തുണ കിട്ടും. DPC-യിൽ വരുമ്പോൾ ഇവരുടെ പേരെങ്ങനെ ക്ലിയർ ചെയ്ത് പോകണമെന്നറിയാമോ? ഈ പോലീസുകാരുടെ DPC ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ PSC ചെയർമാൻ നേരിട്ടാണ് പരിഗണിക്കുന്നത്. കാലാകാലങ്ങളിൽ വരുന്ന PSC ചെയർമാന്മാരെയൊക്കെ ഭരണ സ്ഥിര കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചു പറയും, AKG സെന്ററിൽ നിന്ന് വിളിച്ചു പറയും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയും. അപ്പോൾ ഇവൻ കളങ്കിതരാണെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിലും ബലാത്സംഗ കേസിൽ പ്രതിയാണെങ്കിലും ഈ പോലീസുകാരുടെ പേര് ക്ലിയർ ചെയ്ത് വിടും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അങ്ങനെ അവന് പ്രൊമോഷൻ കിട്ടും. സർക്കിൾ ഇൻസ്പെക്ടർ DYSP ആവും, DYSP SP ആവും, SP-യുടെ പേര് IPS ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ അതാണ് നമ്മുടെ ജനാധിപത്യം. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയില്ലേ? എനിക്ക് ഈ കമ്മീഷൻ രൂപീകരിച്ച പിന്നെ ആദ്യമായിട്ടാണ് എനിക്കൊരു സംഭവം. ഇതൊക്കെ വെറുതെ പല്ലും നഖവും ഇല്ലാത്ത കടലാസ് കടുവകളാണ് സാധാരണ. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ പോലീസ് ചവിട്ടി കൊന്നു ഓർമ്മയുണ്ട്. അയാൾ ഒരു കേസിൽ പ്രതിയായിരുന്നില്ല, പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. ഈ നിരപരാധിയായ ശ്രീജിത്ത് വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കിടന്ന് കൊടുക്കരുത്. അയാൾ നേരെ കഴുത്തിന് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും, ഇടിക്കും, ആള് മരിച്ചു. ഇതെന്താ സാർ വെള്ളരിക്കപ്പെടണോ? അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായിട്ട് മോഹൻദാസ് ഉണ്ട്. മോഹൻദാസ് ആ വിഷയത്തിൽ ഇടപെട്ടു. മോഹൻദാസ് ഇടപെട്ടതിന് ശേഷമാണ് പത്രത്തിൽ പോലും വാർത്ത വന്നത്. അപ്പോൾ അന്ന് ശ്രീജിത്ത് മരിച്ചിട്ടില്ല, അത്യാസന്ന നിലയിൽ കിടക്ക്. അന്ന് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി എന്താ പറയുന്നത് അറിയുമോ? മനുഷ്യാവകാശ കമ്മീഷൻ ജോലി ചെയ്താൽ മതി, വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഇതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മനുഷ്യാവകാശ കമ്മീഷന്റെ ജോലി പിന്നെ എന്തുക?
അല്ല ഇയാൾ എന്താ വിചാരിച്ചേക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി? പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. മനുഷ്യാവകാശ കമ്മീഷന് ജോലി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ സമ്മതിക്കില്ല, മിക്കവാറും ഇടപെടില്ല. അവർക്ക് അവരുടെ ശമ്പളത്തിലും അലവൻസിലും ബത്തയിലും മാത്രമേ താല്പര്യമുണ്ടോ. ഇങ്ങനെയായിരുന്നു ഒരു കാലത്ത് നടത്തരുത്. ഇപ്പൊ എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. മനുഷ്യാവകാശ കമ്മീഷൻ ചിലപ്പോൾ നന്നാവും തീരുമാനിച്ചിട്ടുണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മനുഷ്യാവകാശം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ മർദ്ദനം, ഭീകരമായ പീഡനം എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും പ്രാവർത്തികമാകുകയില്ല. കേസ് തെളിയണമെങ്കിൽ മെനക്കെടണം, അധ്വാനിക്കണം. ഇവിടെ കിഷോർ എന്ന് പറഞ്ഞ വക്കീല് ഈ ബിന്ദു എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീയെ സഹായിക്കാനുണ്ടായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ ഏഷ്യാനെറ്റ് ചാനലിൽ വാർത്ത വന്നു. ഇതാണ് സംഭവം. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഓമന ഡാനിയൽ ബിന്ദുവിനെതിരായിട്ട്, ഏഷ്യാനെറ്റിനെതിരായിട്ടും, അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായിട്ടും, രാജ്മോഹനെതിരായിട്ടും വക്കീൽ നോട്ടീസ് അയക്കും. നമ്മളതൊക്കെ തയ്യാറായിട്ടാണ് വന്നേക്കുന്നത്. ജനിക്കാനും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം. അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് മൃഗീയമായി ആക്രമിക്കുന്നത് ലോകമാകെ ചർച്ച ചെയ്തതാണ്. CPI നേതാക്കളടക്കം അതിനെ വിമർശിച്ചതാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ 4 നാവാണ് നമ്മുടെ നേതാക്കൾക്ക്. പക്ഷേ ഇനിയും ഇവിടുത്തെ പോലീസ് അതിക്രമങ്ങളിൽ CPI നേതാക്കളോ മുഖ്യമന്ത്രിയോ പ്രതികരിക്കുന്നില്ല. മനുഷ്യനെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് കൈ വെച്ചേക്കാൻ പറഞ്ഞാൽ മതി. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിക്ക് മൗനമാണ്. പക്ഷേ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ അറിയാം. അദ്ദേഹം എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്നില്ലെന്ന് നാം വിചാരിക്കരുത്. 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. തീവ്ര വലതുപക്ഷക്കാരനും ഇസ്രയേലിൻ്റെ ക്രൂരമായ അധിനിവേശത്തിൻ്റെ വിപുലീകരിച്ച അജണ്ടയുടെ ശില്പിയുമായ ഇസ്രയേലി ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചിനെ സ്വീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തെ അപലപിക്കുന്നു. ഗാസയിൽ വംശഹത്യ നടക്കുന്ന സമയത്ത് നെതന്യാഹു ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുമായി കരാറിൽ ഏർപ്പെടുന്നത് ശരിയല്ല. പലസ്തീനുമായി ഇന്ത്യയുടെ ചരിത്രപരമായ ഐക്യദാർഢ്യത്തെ വഞ്ചിക്കരുത്. പലസ്തീന് സമാധാനം ഉറപ്പാക്കുന്നത് വരെ ഇസ്രയേലുമായി സൈനിക, സുരക്ഷാ, സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തരുത്. അത് അപലപിക്കുന്നു എന്നാണ് പറയുന്നത്. ഓമന ഡാനിയൽ പ്രതിയാക്കിയ ബിന്ദുവിൻ്റെ കാര്യത്തിൽ പോലീസുകാർ കാട്ടിക്കൂട്ടിയതൊക്കെ ഒന്ന് അപലപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. സുജിത്തിനെ മൃഗീയമായി ആക്രമിച്ച് ആ ദൃശ്യങ്ങൾ 2.5 വർഷം പുറത്തു വരാതെ സംരക്ഷിച്ച് ആ കുറ്റവാളികൾക്ക് ഒപ്പം നിന്ന സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ആ തിരുനാവ് ഒന്ന് മൊഴിയണം. നീ ആ കൈങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. പലസ്തീനിലെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേലിനെ അപലപിക്കുന്നതും നല്ല കാര്യം. സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന കാര്യത്തിനെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാവണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.